സർക്കാരിന്റെ അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ നികുതി വർധനവിനെതിരെ പ്രക്ഷോഭ സമരാഹ്വാനവുമായി കേരള ടാക്സി ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ രംഗത്ത്. അമിത നികുതി ഈടാക്കി സർക്കാർ ടാക്സി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിഭീമമായ ഒരു തുകയാണ് ടാക്സ് ഇനത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന 7 സീറ്റ്, 8 സീറ്റ്, 10 സീറ്റ്, 12 സീറ്റ്, 14 സീറ്റ് വാഹനങ്ങൾക്ക് അശാസ്ത്രീയമായ രീതിയിലാണ് ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ പദ്ധതിയായി ഈ മേഖല കേന്ദ്രത്തിൽ നിന്നുള്ള സബ്സിഡി ഇല്ലാതാക്കുകയും അത് കഴിഞ്ഞ് ഭീമമായ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അടിക്കടി ഉണ്ടാകുന്ന ഡീസൽ വില വർധനവ്, ഏറ്റവും അവസാനമായി ഈ ഒരു മേഖലയെ തകർക്കാൻ എന്ന് വേണം ടാക്സ് അനിയന്ത്രിതമായി 1040 രൂപ അടയ്ക്കുന്ന ടാക്സ് 2 വർഷത്തേക്ക് 12,000 രൂപ അടയ്ക്കണമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ കണക്ക്. അപ്പം ഇൻഷുറൻസ്, ടാക്സ്, ക്ഷേമനിധി, ഈ 3 വിഭാഗം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷത്തേക്ക് അതിഭീമമായ ഒരു തുക അടയ്ക്കേണ്ടി വരുന്നു. അത് ഒരു ദിവസം വാഹനം ഓടിയാലും ഓടിയില്ലെങ്കിലും 7 സീറ്റ് വാഹനങ്ങൾക്ക് ശരാശരി 124 രൂപ വാഹന ഉടമകൾ കണ്ടെത്തേണ്ടി വരുന്നു. 12 സീറ്റ് വാഹനങ്ങൾ 200 രൂപ വാഹനം ഓടിയാലും ഓടിയില്ലെങ്കിലും ഈ 3 വിഭാഗത്തിന് വേണ്ടി മാത്രം കണ്ടെത്തേണ്ടി വരുന്നു. അതുപോലെ തന്നെ കള്ള ടാക്സികൾ, ഈ ഒരു മേഖലയെ തകർക്കാനെന്ന് വണ്ണം കള്ള ടാക്സികൾ വളരെ കൂടുതലായി ഓടുന്ന ഒരു സാഹചര്യമാണിത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ആർടിഒമാരുടെ ഭാഗത്തു നിന്നും അതൊരു വലിയ അനാസ്ഥയാണ് ഇതിന് കാരണം. ഡീസൽ വില അന്യായമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ്, ഇതിനു പുറമെ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള നികുതി വർധനവ്, ഇവയെല്ലാം ടാക്സി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സർക്കാർ തലത്തിലുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 24 ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.